ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാടധികം തന്നെ ഫാക്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് അഡ്വർടൈസ്മെന്റ് തരുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ 100 ചെറുനാരങ്ങയുടെ പവർ കൊണ്ട് തന്നെ നമുക്ക് കട്ടിയായിട്ടുള്ള അഴുക്കൊക്കെ കളയാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും തന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്തായിരുന്നാലും കണ്ടു മനസ്സിലാക്കാം. ആഡിൽ കണ്ട മിക്ക പ്രോഡക്റ്റും നമ്മളിന്ന് മേടിച്ച് എന്തായിരുന്നാലും നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് കേട്ടോ പോകുന്നത്. കാരണം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റ് തന്നെ റിയലോ ഫേക്കോ ആണെന്നാണ് കേട്ടോ നമ്മളിന്ന് ഫുൾ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ചെക്ക് ചെയ്ത് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മൾ ഗ്രോസറി ഷോപ്പിൽ പോയതിനു ശേഷം നമുക്ക് എന്തായിരുന്നാലും നോക്കാം, നമുക്ക് ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു അഡ്വർടൈസ്മെന്റിൽ പറയുന്നത് കള്ളമാണോ അതോ മുഴുവനായിട്ട് തന്നെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കൊതുക് തിരിയാണ് കേട്ടോ. നമ്മൾ എന്തായിരുന്നാലും ഇതാണ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പക്കലുള്ളത് ബോഡി ഗാർഡ് എന്ന് പറയുന്ന കൊതുക് തിരിയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ആഡ് കാണിക്കുന്നത് ഗുഡ് നൈറ്റിന്റെ ആണ് കേട്ടോ. നമുക്ക് എന്തായിരുന്നാലും നോക്കാം, എല്ലാത്തിനും കൊതുക് തന്നെയാണല്ലോ പ്രശ്നം. അപ്പോൾ നമുക്കത് പോവില്ലോ, നമ്മളെ കൊതുക് എന്തായിരുന്നാലും വന്ന് കടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും ഇവിടെ ഇരുന്ന് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലായിട്ട് തന്നെ നല്ല രീതിയിലുള്ള കൊതുകുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ആ ഒരു തിരി നമുക്കൊന്ന് കത്തിച്ച് വെച്ച് നോക്കാം. നമുക്ക് എന്തായിരുന്നാലും ഫസ്റ്റത്തെ മിത്തൊന്ന് നോക്കുകയാണ്. അതായത് ഇത്രയും ഇവിടെ കൊതുക് നിൽക്കുന്ന സ്ഥിതിക്ക് തന്നെ നമുക്ക് ആ ഒരു തിരി വയ്ക്കുമ്പോൾ ഇതൊക്കെ പോവോ ഇല്ലയോ നോക്കാം കേട്ടോ. അപ്പോൾ വാങ്ങിയത് ഈ കാണുന്ന ഈ ഒരു ബോഡി ഗാർഡ് ആണ് കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഇതിൽ നിന്ന് ഒരു അഗർബത്തി നമുക്ക് എന്തായിരുന്നാലും കത്തിച്ച് അവിടെ കൊണ്ടുപോയി നമുക്ക് നമ്മുടെ കൊതുവിനെയൊക്കെ നമുക്കൊന്ന് തുരത്താം. അപ്പോൾ നമ്മുടെ തിരി നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിക്കുകയാണ്. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ എല്ലാ കൊതുകും എന്തിനാ ഓടിത്തള്ളും. ഇതാ പുക വരുന്നു. ഏകദേശമൊക്കെ പോയി തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതാ ചെറിയ രീതിയിലെങ്കിലും കൊതുക് പോയിട്ടുണ്ട്. ഓക്കെ എന്ന് പറയാനുള്ളതേ ഉള്ളൂ, അല്ലാതെ ഫുള്ള് നമുക്ക് പോകും എന്നുള്ള രീതിയിൽ ആയിട്ടില്ല കേട്ടോ. ശേഷം നമ്മൾ കൊതുക് പേറ്റ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും അതിൽ അധികം ഒന്നും കൊതുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഓക്കെ ആണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ, നമ്മുടെ 100 ചെറുനാരങ്ങയുടെ പവറുള്ള രീതിയിലുള്ള വിമ്മാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായിരുന്നു അതാണ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അത് യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ എല്ലാ തന്നെ സ്റ്റെയിനും പോകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിന്ന് മീൻ പൊരിക്കാനായിട്ട് യൂസ് ചെയ്ത ആ ഒരു പാത്രമാണ് കേട്ടോ നമ്മളിന്ന് യൂസ് ചെയ്തിട്ട് ഒറ്റ വൈപ്പിൽ തന്നെ നമുക്ക് ഫുള്ള് വരുമെന്ന് നോക്കാം. നമ്മൾ എന്തായിരുന്നാലും അത് ടെസ്റ്റ് ചെയ്യുന്ന ഇടയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയുണ്ടായി. അതെന്തായിരുന്നാലും ആ ഒരു രീതിയിൽ തന്നെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ മീൻ പൊരിച്ചതിന് ശേഷം തന്നെ നമുക്ക് ജസ്റ്റ് ഒരു വൈപ്പിൽ തന്നെ വരുന്നുണ്ട്. നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രമാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉരയ്ക്കേണ്ടി വരും. എങ്കിൽ തന്നെ നമുക്ക് ഏകദേശം തന്നെ ചെയിൻസ് ഒക്കെ പോയി നമുക്ക് കിട്ടില്ലെന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് ക്യാമലിന്റെ പെർമനന്റ് മാർക്കർ ആണ് കേട്ടോ. ഈ ഒരു ആഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മൊത്തത്തിൽ കിളിവ് വരികയാണ്. പെർമനന്റ് ആയിട്ട് തന്നെ പോകത്തില്ല എന്നാണ് കേട്ടോ അവരെന്തായിരുന്നാലും ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ഈ ഒരു പെർമനന്റ് മാർക്കറിലെ ഈ ഒരു ഇങ്ക് പോകോ ഇല്ലയോ എന്നുള്ളത്. പെർമനന്റ് മാർക്കർ കേട്ടോ, 24 മണിക്കൂർ നമുക്ക് ഇത് നിൽക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതറാ അപ്പോൾ നമ്മുടെ ചോട്ടു നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് വരച്ച് നോക്കാമേ, ഇത് പോവോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ വരച്ചിട്ടുണ്ട്. ഇനി എത്ര ഇത് കഴിഞ്ഞിട്ട് ഇത് പോവെന്നുള്ളത് നമുക്ക് നോക്കാം. ടീക്കേ 20 minutes later. ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് ചെയ്തപ്പോഴത്തേനും തന്നെ അവന്റെ മാർക്കറൊക്കെ പോയി കണ്ട ചെറിയ രീതിയിലുള്ള അടയാളമുള്ളൂ. അപ്പോൾ അത് പെർമനന്റ് അല്ല. നമ്മൾ അടുത്തതായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് ജിം ജാം ആണ് കേട്ടോ. എന്തായിരുന്നാലും ഇതിന്റെ പരസ്യത്തിൽ പറഞ്ഞത് നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണ് കടന്ന് കറങ്ങും, അതായത് അതിൽ അത്രയ്ക്കും തന്നെ നമ്മൾ അലിഞ്ഞു പോകും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സാധനം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഇത് കഴിച്ച് നമ്മുടെ കണ്ണ് അതുപോലെയൊക്കെ ആവോ അല്ലെങ്കിൽ ഇതിൽ അലിഞ്ഞു പോകുമോ നോക്കാം. നോർമൽ ബിസ്ക്കറ്റ് പോലെ തന്നെയാണ്. നമുക്ക് ഇതിന്റെ ഒരു പഴയൊരു ഫ്ലേവർ നമുക്ക് ഇപ്പോൾ എന്തായിരുന്നാലും കിട്ടുന്നില്ല. പഴയ ജിം ജാമിന് വേറൊരു ഇതായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടുന്നില്ല. എങ്കിലും ഓക്കെയാണ്. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്ര കട്ടിയായിട്ടുള്ള സ്റ്റെയിൻ നമുക്ക് എന്തായിരുന്നാലും മാറ്റാൻ പറ്റുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം, നമുക്ക് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പ്രോഡക്റ്റിൽ അവകാശപ്പെടുന്നത് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് നമുക്ക് എന്തായിരുന്നാലും നമ്മൾ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ കിട്ടും എന്നുള്ള ഒരു രൂപത്തിലാണ് കേട്ടോ. നമുക്ക് എന്തായിരുന്നാലും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വർക്കിംഗ് ആണെന്ന്. അതേപോലെ തന്നെയാണ് നമുക്ക് സർഫ് എക്സൽ പൊടിയിലും പറയുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുന്നത്. ഇതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് മണലാണ് കേട്ടോ. നമുക്ക് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മണലൊക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ കാണുന്ന ഷർട്ടാണ്, നമുക്ക് ഷർട്ട് മുഴുവനായിട്ട് തന്നെ ഒന്ന് അഴുക്കാക്കി എടുക്കണം. അഴുക്കാക്കാനായിട്ട് എന്ത് എളുപ്പമാണല്ലേ. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ അഴുക്കാക്കിയാണ് ഫസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നത്. ഇത് മൊത്തത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റെയിൻ ആക്കി എടുക്കണം.
നല്ല രീതിയിൽ അഴുക്കാക്കിയെടുക്കും. എത്ര കട്ടിയായിട്ടുള്ള സ്റ്റെയിൻ ആയിരുന്നാൽ പോലും തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് കേട്ടോ കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇത്രയും അധികമുള്ള സ്റ്റെയിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അതാണ് കേട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. നല്ല രീതിയിൽ തന്നെ നമ്മൾ അഴുക്കാക്കി എടുത്തു എങ്കിൽ പോലും തന്നെ നമ്മളിപ്പോൾ ഒരു തരത്തിലുള്ള സ്റ്റെയിൻ ആണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അതായത് മണൽ കൊണ്ടുള്ള സ്റ്റെയിൻ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ബാക്കിയുള്ളതിലൊക്കെ പറയുന്നത് കറിയായിരുന്നാലും എന്തിനായിരുന്നാലും തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു രൂപത്തിലായിരുന്നു. നമുക്ക് ഇതെങ്കിലും പോകുമോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തായിരുന്നാലും നമ്മളിപ്പം ഒരു ഷർട്ടിനാണ് കേട്ടോ നമ്മൾ ഇത്രയും അഴുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇനിയിപ്പോൾ പകുതി ആയിട്ടാണ് നമ്മൾ ഒരു സൈഡ് റിൻ ബാറും അതുപോലെ തന്നെ ഒരു സൈഡ് ഏരിയലിന്റെ ആ ഒരു സർഫ് പൊടിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. രണ്ടിലും പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് അഴുകൊക്കെ പോകുന്നതാണ്. രണ്ടിന്റെ വ്യത്യാസം നമുക്ക് നോക്കാം. വെള്ളം നമ്മൾ ആദ്യം ഇപ്പോൾ ഒഴിച്ച് ചെറിയ രീതിയിൽ മണലൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ മാറ്റിയെടുക്കണം. ശേഷമുള്ളതാണ് കേട്ടോ നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. നിലവിൽ നമ്മുടെ ഷർട്ടിന്റെ കളറാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ഇതും കൂടെ ഇട്ടതിന് ശേഷം ഉള്ളതും കൂടെ കാണാം. ഇനി നമ്മൾ കഴുകി നോക്കാനായിട്ട് പോകുന്നത് നല്ല രീതിയിൽ തന്നെ അഴുക്ക് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ കഴിയും. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഒരു സൈഡ് ഏരിയലും അതുപോലെ തന്നെ ഒരു സൈഡ് റിൻ ബാറുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന്റെ വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സ്റ്റെയിൻ നമുക്ക് ആക്കാൻ നല്ല രീതിയിലുള്ള എളുപ്പമാണെന്ന് മനസ്സിലായ ഒരു നിമിഷമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഉടുപ്പ് കഴുകുന്ന സമയമായിരിക്കും നമുക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു കുറ്റബോധം വരുന്നത്. ആ ഒരു രൂപം തന്നെയായിരുന്നു. നമ്മൾ ഒരു സൈഡ് സോപ്പും ഒരു സൈഡ് ഏരിയലിന്റെ തന്നെ ആ ഒരു സർഫ് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴുകിയതിന് ശേഷം നമുക്ക് ഇനിയിപ്പം ഡിഫറൻസ് നോക്കാം. ഏതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇപ്പോൾ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയണേ. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് റിൻ ബാർ സോപ്പാണ്, ഈ സൈഡ് എന്ന് പറയുന്നത് ഏരിയലിന്റെ തന്നെ നമുക്ക് ആ ഒരു സർഫ് പൊടിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് എന്തായിരുന്നാലും നല്ല രീതിയിൽ കട്ടിയായിട്ടുള്ള സ്റ്റെയിൻ ഒക്കെ പോകുന്നതാണ്. പക്ഷേ നമ്മൾ ഏരിയലിന്റെ നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്തു എങ്കിൽ പോലും തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് അഴുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തന്നെ റിൻ ബാർ സോപ്പിന്റെ തന്നെ ഏകദേശം പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ചെറിയ രീതിയിലുള്ള നൂലിന്റെ തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം അത്രയ്ക്കും പവർഫുൾ ആണ് കേട്ടോ നമ്മുടെ ആ ഒരു റിൻ ബാറിന്റെ സോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും കമന്റ് ആയിട്ട് പറയുക. ഇതിലേതാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെളുത്തിട്ടുള്ളത് എന്നുള്ളത്. നിനക്ക് ഇതിലേത് വെളുത്തതുപോലെ ഇരിക്കുന്നു? സോപ്പാണോ അതോ പൊടിയാണോ? സോപ്പാ. ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ ഏരിയലിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ റിൻ ബാർ സോപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും കമൻറ്റായിട്ട് പറയാം. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് സ്പ്രേ ആണ് കേട്ടോ. നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അതിൽ നിന്ന് എന്നെ ലേഡിയുടെ ഇൻട്രാക്ഷൻ കിട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഏത് വീഡിയോ വേണമെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയാം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കിടിലനായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.